നമസ്കാരം. ജയ് ഹിന്ദ് മീഡിയയിലേക്ക് സ്വാഗതം. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് നടന്ന കാസർഗോഡ് ഡിസ്ട്രിക്ട് ലയൺസ് ക്ലബിന്റെ ഇൻസ്റ്റലേഷൻ പരിപാടി അതിഗംഭീരമായിരുന്നു. അതിഥികളെ സ്വീകരിക്കുന്നതിലും മറ്റു എല്ലാ ചടങ്ങുകളും ഒന്നിനോടൊന്ന് മെച്ചമായിരുന്നു. 4 ജില്ലകളെ കൂട്ടിയോജിപ്പിച്ചുള്ള ഗവർണർ തെരഞ്ഞെടുപ്പും അതിഗംഭീരമായിരുന്നു. വരുന്ന ഒരു വർഷത്തേക്ക് വലിയൊരു പ്രതീക്ഷ തന്നെയാണ് പുതിയ ഗവർണർ വച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. Installation. हिमाचल यमुना गंगा उज्जल जलधि तरंगा तब शुभ नामे जागे तब शुभ आशीष मांगे ജാതി ഭേദങ്ങളിന്ന ശാപമോ ദൂരെ
to every lion who was traveled from far off places like 6500 മെമ്പർമാരും 173 ക്ലബ്ബുകളാണ്. ഈ ക്ലബ്ബുകളിൽ പ്രാദേശികമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇൻ്റർനാഷണൽ പ്രസ്ഥാനമാണെങ്കിലും നമ്മൾ ഓരോ മെമ്പർമാരും അവരുടെ കയ്യിൽ നിന്നെടുക്കുന്ന ഓരോ വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളെല്ലാ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഇൻ്റർനാഷണലിൻ്റെ സപ്പോർട്ടും നമ്മുടെ ബൃഹത്തായ പദ്ധതികൾക്ക് വേണ്ടി അവരുടെ സപ്പോർട്ടും കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുവഴിയാണ് നമ്മൾ ഈ സേവന പ്രവർത്തനങ്ങൾ മുഴുവനായിട്ട് നടത്തുന്നത്. നമ്മൾ ഗ്ലോബൽ കോസസ് എന്ന പേരിൽ 8ഓളം ഏരിയയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക, കാൽ നഷ്ടപ്പെട്ടവർക്ക് അത് ചെയ്തു കൊടുക്കുക, അതുപോലെ തന്നെ വിഷൻ, ഹങ്ങർ, ഡയബറ്റിസ്, നമ്മൾ അതുപോലെയുള്ള എൻവയോൺമെൻറ്റ് തുടങ്ങിയുള്ള വിവിധങ്ങളായ സേവന പ്രവർത്തനങ്ങളാണ് ലയൺസ് ക്ലബ്ബ് ഏറ്റെടുത്ത് നടത്തുന്നത്. അടുത്ത വർഷത്തേക്ക് നമ്മൾ 100ഓളം അംഗനവാടികൾക്ക് 1 ലക്ഷം രൂപ വീതം 1 കോടി രൂപയോളം സമാഹരിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ പിന്തുണ നൽകുകയും അതോടൊപ്പം തന്നെ അംഗവൈകല്യം സംഭവിച്ചവർക്ക് അവർക്ക് വേണ്ട ആർട്ടിഫിഷ്യൽ ലിംബ്, അതുപോലെ വീടില്ലാത്തവർക്ക് വീട്, ഭക്ഷണം കഴിക്കാൻ സാഹചര്യമില്ലാത്തവർക്ക് അതിനുള്ള ഹങ്ങർ റിലീഫ് പദ്ധതികൾ, മരം വെച്ച് പിടിപ്പിക്കൽ, നമ്മുടെ പ്രകൃതിയെ സംരക്ഷണം, ഇങ്ങനെയുള്ള വിവിധങ്ങളായ സേവന പ്രവർത്തനങ്ങളാണ് നമ്മൾ ലയൺസ് നടപ്പിലാക്കി വരുന്നത്. ഏകദേശം 10 കോടിയോളം രൂപയുടെ സേവന പ്രവർത്തനങ്ങൾ ഈ വരുന്ന ഒരു വർഷക്കാലം നമ്മൾ P180 നടപ്പിൽ വരുന്നത്. ഇതൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഇന്നിവിടെ ലയൺസിൻ്റെ ക്യാബിനറ്റ് ഇൻസ്റ്റലേഷനാണ് നടന്നത്. ഈ ക്യാബിനറ്റ് ഇൻസ്റ്റലേഷനിൽ 2000ഓളം വരുന്ന നമ്മുടെ മെമ്പർമാർ പങ്കെടുത്ത ഒരു വലിയ പദ്ധതിയാണ്. അതിൻ്റെ ഉദ്ഘാടനം ഞങ്ങളുടെ വാസ്റ്റ് ഇൻ്റർനാഷണൽ ഡയറക്ടറാണ് ഇവിടെ നിർവഹിച്ചത്. ഒപ്പം തന്നെ അവരുടെ കൂടെ ഞങ്ങളുടെ അഡ്വക്കേറ്റ് വാമൻ കുമാർ, നമ്മുടെ ഗൈറ്റ് ഏരിയ ലീഡർ, അതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകനായ ഗോപിനാഥ് മുതുകാടൊക്കെ നമ്മളിവിടെ പങ്കെടുക്കുകയുണ്ടായി. ശ്രീ മുതുകാടിൻ്റെ IIPDയിലേക്ക് 1 കോടി രൂപയോളം ഞങ്ങൾ ഇന്ന് സംഭാവന നൽകുകയുണ്ടായി. അത് ജീവം എന്ന ഞങ്ങളുടെ ഹെൽത്ത് പ്ലാറ്റ്ഫോമിലൂടെ സമാഹരിച്ച ഒരു സംഭാവനയാണ് അതിന്ന് നൽകുകയുണ്ടായി. ഇതുപോലെ വിവിധങ്ങളായ സേവന പ്രവർത്തനങ്ങളാണ് ഈ വർഷം. താങ്ക് Please take it to the district governor. Don't try to solve by yourself. District governor is the supreme authority of the district this year. എന്ന് വിളിക്കുന്നത് 30-40 വയസ്സായ ആളുകളെയാണ് ഞാൻ കുട്ടികളെന്ന് വിളിക്കുന്നത്. അവരുടെ ബൗദ്ധിക തലം വെച്ചുകൊണ്ടാണ് വിളിക്കുന്നത്. എത്രയോ വീടിന്റെ അകത്തളങ്ങളിൽ ഇപ്പോഴും പുറത്തിറങ്ങാതെ കിടക്കുന്ന എത്രയോ മക്കളുള്ള ഒരു പ്രതിനിധിയാണ്. പ്രായം ചെന്ന ഒരാളാണ്. അദ്ദേഹം നേരെ ചെന്നു. ഡോക്ടറെ കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. അവരോട് പറഞ്ഞു, എന്നെ ഒന്ന് ഡോക്ടറെ കാണാൻ വേണ്ടി അനുവദിക്കണം, കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ പോയിട്ട് എൻ്റെ ഭാര്യയുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് പറഞ്ഞു. ആളുകൾ ചിരിച്ചു. അതിനുശേഷം അദ്ദേഹത്തെ അകത്തേക്ക് പ്രായം ചെന്ന ഒരാളല്ലേ എന്ന് വിചാരിച്ച് കടത്തിവിട്ടു. അവിടെ ചെന്ന് വീണ്ടും അദ്ദേഹം പറഞ്ഞു, ഡോക്ടറെ എന്നെ ഒന്ന് പെട്ടെന്ന് പരിശോധിച്ച് വിടണേ, കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ പോയിട്ട് ഭാര്യയുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് പറഞ്ഞു. ഡോക്ടറും ചിരിച്ചു. ഡോക്ടർ അദ്ദേഹത്തോട് ചോദിച്ചു, അതെന്താ അത്ര നിർബന്ധം ഭാര്യയുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നുള്ളത് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് അൽഷിമേഴ്സ് ആണ് സർ, എന്നെ കണ്ടാൽ പോലും തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയാണ്. അത് പറഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചു, നിങ്ങളെ കണ്ടാൽ പോലും തിരിച്ചറിയാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭാര്യയുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നതെന്ന് ചോദിച്ചു. ആ പ്രായം ചെന്ന മനുഷ്യൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി താഴേക്ക് വീണു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ തിരിച്ചറിയില്ല എന്നേ ഉള്ളൂ സാർ, പക്ഷേ എനിക്ക് എൻ്റെ ഭാര്യയെ തിരിച്ചറിയാം. ഒറ്റ കാര്യം പറയുന്നത്, ഈ തിരിച്ചറിവ് മാത്രമുണ്ടായാൽ മതി. നമ്മളെ തിരിച്ചറിയാത്ത, നമ്മൾ ആരാണെന്ന് പോലും അറിയാത്ത, ലയൺസ് ക്ലബ്ബ് എന്താണെന്ന് അറിയാത്ത, ഗോപിനാഥ് മുതുകാട് എന്താണെന്ന് അറിയാത്ത ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ കുട്ടികളുടെ മാതാപിതാക്കൾ ജീവിതാവസാനം വരെ കണ്ണീരൊഴുക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അവർക്ക് നാളെ എന്ത് ചെയ്യണമെന്നറിയാത്തവരാണ്. തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് തങ്ങളുടെ മക്കളൊന്ന് മരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. ആ മക്കളെയും മാതാപിതാക്കളെയും ചേർത്ത് പിടിക്കുവാൻ ലയൺസ് ക്ലബ്ബ് ഒപ്പമുണ്ടാവണം, ജീവം ഒപ്പമുണ്ടാവണം, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒപ്പമുണ്ടാവണം എന്ന് ആ മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി കൈകൂപ്പി അർത്ഥിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. സ്നേഹം, നന്ദി, നമസ്കാരം. ചേരുമ്പോൾ 5500 രൂപയാണ് നൽകേണ്ടത്. കൂടാതെ സ്കീമിലെ അംഗം മരിക്കുമ്പോൾ വയസ്സ് 40-ൽ താഴെയാണെങ്കിൽ 500 രൂപയും, 40 മുതൽ 55 വരെയാണെങ്കിൽ 400 രൂപയും, 55 മുതൽ 65 വരെയാണെങ്കിൽ 300 രൂപയും, 65-ന് മുകളിലാണെങ്കിൽ 200 രൂപയും നമ്മൾ കോൺട്രിബ്യൂഷനായി നൽകണം. 2018-ൽ തുടങ്ങിയ ഈ പദ്ധതിയിൽ ഇന്ന് 1600ഓളം അംഗങ്ങളുണ്ട്. ഇതുവരെ 59 കുടുംബങ്ങൾക്കായി 1.66 കോടി രൂപ നമ്മൾ നൽകിക്കഴിഞ്ഞു.
ഇത് ശരിക്കും മികച്ചൊരു പദ്ധതിയാണ് സർ. ലയൺസ് പ്രസ്ഥാനത്തിൽ സേവനം ചെയ്യുന്ന നമ്മുടെ സുഹൃത്ത് മരണപ്പെട്ടാൽ ദുഃഖിതരായ കുടുംബാംഗങ്ങളെ സഹായിക്കുന്ന ഈ സ്കീമിൽ ചേരാൻ ഞാനും തീരുമാനിച്ചു. സ്കീമിൽ ചേരാൻ ഞാൻ എന്ത് ചെയ്യണം? അതിന് നിങ്ങൾ താഴെ കാണുന്ന വിലാസത്തിൽ ഓഫീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ട്രസ്റ്റിയെയോ സമീപിക്കുക. എല്ലാ ലയൺ സുഹൃത്തുക്കളും ഈ പദ്ധതിയുടെ ഭാഗമാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇന്ന് തന്നെ FBSൽ അംഗമാകൂ. വിദ്യാനഗർ ഈ പരിപാടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.